പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സഖാവ് KU ജനീഷ് കുമാറിൻ്റെ പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കവേ ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയോട് ഒരു കേൾവിക്കാരൻ, അത് ഒരു പാർട്ടിക്കാരനാണ്, പാർട്ടി പ്രവർത്തകനാണ്, വോട്ടവകാശം കിട്ടിയത് അന്ന് മുതൽക്ക് ഇന്ന് വരെ എല്ലാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു സംശയം ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റു. CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആസാരം കോപാകുലനായി. അദ്ദേഹം അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രസംഗം തുടർന്നു. സത്യത്തിൽ ഇത് അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ മുഖ്യമന്ത്രി അറിയുന്ന ആർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി. അദ്ദേഹം പൊതുവെ ഈ എതിർത്തുള്ള ചോദ്യങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കഠിനമായിട്ടുണ്ട്. ആ പ്രസംഗിക്കുന്ന ദൃശ്യത്തിൻ്റെ തന്നെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ മുഖ്യമന്ത്രി വളരെ ക്ഷീണിതനാണ്, മിക്കവാറും അശക്തനാണ്. അദ്ദേഹം ഈ ഒരു ചങ്കൂറ്റം ഒന്ന് മാത്രം കൈമുതലാക്കിയിട്ട് അതിഭയങ്കരമായ വേദന അല്ലെങ്കിൽ ക്ഷീണം, തളർച്ച കടിച്ചമർത്തിയിട്ടാണ് പുള്ളി പ്രസംഗിക്കുന്നത്. അതുമാത്രമല്ല, പുള്ളിയുടെ പ്രധാനപ്പെട്ട ഇഷ്ട സബ്ജക്റ്റാണ് നാടിൻ്റെ വികസനം. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പുള്ളി കേരളത്തെ ഏത് രീതിയിൽ വികസിപ്പിച്ചു. അങ്ങനെ വികസിച്ച് പൊട്ടറായി നിൽക്കുന്ന കേരളത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും പുള്ളിക്ക് മതിയാവില്ല. ആ സമയത്ത് മൈക്ക് കേടായ പോലും പുള്ളി മൈക്കുകാരനോട് കോപിക്കും, മൈക്കിനോട് കോപിക്കും, അല്ലെങ്കിൽ കേട്ടോട് നിൽക്കുന്ന ആളോട് കോപിക്കും. അതാണ് സഖാവ്. വികസനത്തെപ്പറ്റി പറയുന്നതിനിടയ്ക്കാണ് ഈ കേൾവിക്കാരൻ്റെ, അയാൾ പാർട്ടിക്കാരനായാലും ശരിയാണ്, വിരുദ്ധനായാലും ശരിയാണ്, പെട്ടെന്ന് അദ്ദേഹം ക്രമപ്രശ്നം ഉന്നയിക്കുകയാണ്. ഇതെന്ത് നിയമസഭയാണെന്നാണോ ഈ കേൾവിക്കാരൻ വിചാരിച്ചത്? നിയമസഭയിലാണെങ്കിൽ ശരിയാണ്, മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ക്രമപ്രശ്നം ഉന്നയിക്കാം. ഏത് മന്ത്രി പ്രസംഗിക്കുമ്പോഴും ക്രമപ്രശ്നം ഉന്നയിക്കാം. ഇംഗ്ലീഷിൽ പോയിൻ്റ് ഓഫ് ഓർഡർ എന്ന് പറയും. അതുപോലും സഹിക്കാൻ പറ്റുന്ന ആളല്ല നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാകട്ടെ വേറെ മറ്റംഗങ്ങളാകട്ടെ ആരും തന്നെ മുഖ്യം പ്രസംഗിക്കുമ്പോൾ പോയിൻ്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാറില്ല. ഉന്നയിച്ചാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയാം, സ്പീക്കർക്കും അറിയാം. ഈ നിയമസഭയിലെ ഏറ്റവും നിഷ്കളങ്കനായ വ്യക്തി സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. കാരണം പ്രതിപക്ഷക്കാർ ഒരു ഭാഗത്ത്, ഭരണകക്ഷിക്കാർ വേറൊരു ഭാഗത്ത്, മുഖ്യൻ ഇവരുടെയൊക്കെ തലയ്ക്ക് മീതെ നിൽക്കുന്നു. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് സ്പീക്കർ ഷംസീർ ഓരോ ദിവസവും ഈ സഭ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള ഈ ധിക്കൃത ശക്രപരാക്രമിയായ പിണറായി വിജയനോടാണ് കേവലം ഒരു പാർട്ടി മെമ്പർ അല്ലെങ്കിൽ പാർട്ടി അനുഭാവി, അതുമല്ലെങ്കിൽ സഹയാത്രികൻ, അയാൾ ഒരു ദാസ് എന്നോ മറ്റോണ്, ദാസായാലും ശരിയാണ്, യൂദാസായാലും ശരിയാണ്, ചോദ്യം ചോദിക്കാൻ കണ്ട ആളെ ചോദ്യം ചോദിക്കണമെങ്കിൽ വല്ല മാപ്പറകളോട് ചോദിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോടോ BJPക്കാരോടോ ചോദിക്കണം. സഖാവ് പിണറായി വിജയനോട് ചോദ്യം ചോദിച്ചാൽ കാര്യം വളരെ കഷ്ടവും. പത്രസമ്മേളനത്തിൽ പോലും ഈ വീരപരാക്രമികളായിട്ടുള്ള മാപ്പറകളാരും തന്നെ ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കില്ല. കൈരളി ചാനലിൻ്റെ ലേഖനം, ദേശാഭിമാനിയുടെ ലേഖനം, ഏറ്റവും കൂടിയത് റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖനം, ഓരോ ചോദ്യങ്ങൾ ആദ്യം എഴുതി കൊടുക്കും. ആര്? ലേഖകന്മാർ അങ്ങനെ എഴുതി കൊടുക്കുകയല്ല, മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ഓരോ ചോദ്യം ഇവർക്ക് എഴുതി കൊടുക്കും. ആ ചോദ്യം വായിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും, തയ്യാറാക്കിയിട്ടുണ്ടാവും, അത് പറയും. 4ാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു സമയം കഴിഞ്ഞു, ഇനി പിന്നെ കാണാം, ബൈ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ തന്നെ മാതൃഭൂമിയിലെ, മനോരമയിലെ, ഏഷ്യാനെറ്റിലേക്ക് ലേഖകന്മാർ എന്ത് ചോദിക്കാനാണ്? ഒന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല, കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഇതാണ് സാധാരണ മൂപ്പലാൻ്റെ രീതി. അതിനിടയ്ക്കാണ് ഒരു പാർട്ടിക്കാരൻ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വകതിരിവില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ മുഖ്യമന്ത്രിയുടെ പഴയ സ്വഭാവം അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ പഴയ വിജയനായിരുന്നെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചാൽ. പുതിയ വിജയനായത് ആ ചോദിച്ചവൻ്റെ ഭാഗ്യം, അയാളുടെ ഭാര്യയുടെയും പിള്ളേരുടെയും ഭാഗ്യം. അല്ലാതെങ്കിൽ അയാൾ ഇന്നലെ തിരിച്ച് വീട്ടിലെത്തുകയില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി മുഖ്യൻ്റെ യോഗത്തിന് പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആ സംശയം ഒരു കടലാസിൽ എഴുതിയിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്താൽ മതി. അതിന് മറുപടി സമയം പോലെ അയച്ചു കിട്ടും. ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വന്ന് പുതിയ മുഖ്യമന്ത്രിയാണെങ്കിലും മറുപടി തരും. അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം പൊതുഭരണ വകുപ്പിലേക്ക് എഴുതി ചോദിച്ചാലും മതി. അല്ലാതെ മുഖ്യമന്ത്രിയെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ചോദ്യം ചോദിക്കുക, അദ്ദേഹത്തിനോടൊന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുക, ഇതൊന്നും സഹിക്കുന്ന ആളല്ല നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പാർട്ടിക്കാരനാണെന്നുള്ള പ്രത്യേക ഒരു പരിഗണന നൽകില്ല. കോട്ടയത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോഴത്തെ പുകിലോർക്കല്ലേ, മഴയത്ത് ചില പാർട്ടി പ്രവർത്തകർ കണ്ണേ കരളെ VSA എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇദ്ദേഹം കോപാകുലനായിട്ട്, ഇത് ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ്, കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണം എന്ന് ഗർജിച്ച വിജയനെ നിങ്ങൾ മറന്നുപോയോ?
അത് മറന്നിട്ടാണോ ഈ മുഖ്യൻ്റെ പൊതുസമ്മേളനത്തിൽ ചോദ്യം ചോദിച്ചത്? നല്ല രസമായി. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ചോദിക്കാനൊക്കെ വേറെ വേദികളുണ്ട്, സംശയം തീർക്കാനും വേറെ വേദികളുണ്ട്. ഇനി ജെനുവിനായിട്ടുള്ള സംശയമാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ മറുപടി കിട്ടാനും വകുപ്പുണ്ട്. വെറുതെ വേണ്ടാത്ത പണിക്ക് പോകല്ലേ. ഇത് ചോദ്യം ചോദിച്ച ദാസിനോട് മാത്രമല്ല, ഇനി ചോദ്യം ചോദിക്കാനിരിക്കുന്ന യുവദാസന്മാരോടും കൂടിയുള്ള ഒരു ഉപദേശമായിട്ട് കണക്കാക്കിയാൽ മതി. ലാൽ സലാം.